ഇവൻ അത്ര പുണ്യാളനൊന്നുമല്ല. 5-6 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കാപ്പ നിയമപ്രകാരമുള്ള കേസ് അവന്റെ മേളിലുള്ളവനാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമയാണ് ഇവൻ. 5 മാസം മുമ്പാണ് കാരിത്താസൻ എവിടെ വെച്ച് പോലീസുകാരനെ ചവിട്ടിക്കൊന്നത്. ഇതുപോലെ തന്നെ അക്രമത്തിനിടയായ ഒരു വ്യക്തി കാണിച്ചാണ് ഒരു പോലീസുകാരൻ. അവന്റെ ജീവിതം മൊത്തം പോയില്ലേ. അപ്പോൾ ആ പോലീസുകാരെ ചെയ്യേണ്ടത് എന്താണ്? ഇവനെ ഇങ്ങനെ വരുന്നവരെടുത്ത് ചവിട്ടുകൊണ്ട് ഇനിയും മരിക്കണമെന്നാണോ ചെയ്യേണ്ടത്? ഇത് കമന്റ് ഇടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് കണ്ടേച്ച് കമന്റ് ഇടുന്ന ആൾ അവർ സത്യാവസ്ഥ അറിയുന്നില്ല. അവർക്ക് ഇതിനകത്ത് കമന്റ് ഇട്ടാൽ മതി. പക്ഷെ ഞങ്ങളൊക്കെ ഈ സംഭവം ഏറ്റുമാനൂർ ഇത് വ്യക്തമായിട്ട് നേരിട്ട് കണ്ട ആൾക്കാരാണ്. ഏറ്റുമാനൂർ പോലീസ് ഒരു യുവാവിനെ അകാരണമായി ബസ് സ്റ്റാൻഡിൽ വെച്ച് മർദ്ദിച്ചു എന്ന തരത്തിലൊരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസം 20-ാം തീയതി നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിയായിട്ടുള്ള അഭയ് എസ് രാജീവ് എന്ന യുവാവാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. യഥാർത്ഥത്തിൽ ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുകയും പോലീസ് കാപ്പ ചുമത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം പോലീസ് മകനെ മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ യുവാവിൻ്റെ പിതാവ് ഹൈക്കോടതിയെ അടക്കം സമീപിക്കുകയും ഹൈക്കോടതി കേസ് തള്ളിക്കളയുകയും ചെയ്തതാണ്. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് അന്ന് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഈ സംഭവം നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ തന്നെ പറയും. ബസ് ഇങ്ങനെ സ്റ്റാൻഡിലോട്ട് കയറി വരുന്നു. ഞങ്ങൾ ഈ സൈഡിൽ നിൽക്കുമായിരുന്നു. സൈഡിൽ നിൽക്കുന്ന ഉടനെ ബസ് കയറി വന്ന പുറത്ത് തന്നെ ബസ്സുകാരൻ സ്റ്റാൻഡ് കയറി പിടിക്കാതെ അവിടെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നു. അന്നേരം കുറച്ച് പിന്നെ ഒച്ചയാണ് കേൾക്കുന്നത്. ഒച്ച കേൾക്കുന്നതനുസരിച്ച് ഞങ്ങൾ അതിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ബൈക്കുകാരൻ ഫ്രണ്ട് വീലിനോട് ചേർത്തുകൊണ്ട് ബൈക്ക് വെച്ചിട്ട് ഈ ഡ്രൈവറോട് അനാവശ്യമായ തെറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബസ് ഡ്രൈവർ ഡോറയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമായിരുന്നു. ഹെൽമെറ്റ് ഒരു ഒറ്റയടിയായിരുന്നു. കൈ കൂട്ടി അടിച്ചതിൻ്റെ അടുത്ത് പുള്ളിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട്. കുറച്ച് ചോര വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വണ്ടിക്കിട്ട് 2 ടേക്കത്തെ അടിക്കുന്നു, ഹെൽമെറ്റ് ഇട്ട് വീശുന്നു. അപ്പോൾ അന്നേരം ഞാൻ എൻ്റെ ഫോൺ എടുത്തൊരു ചെറിയൊരു വീഡിയോ എടുക്കാൻ നോക്കിയത് പുള്ളി കണ്ടിട്ടാന്ന് തോന്നുന്നു. നേരെ ചുമ്മാ വട്ടം ഹെൽമെറ്റ് വീശുന്ന ലെവലിന് വീശിയപ്പോൾ നമ്മൾ പിന്നെ ഫോൺ പോകണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളും പുറകോട്ട് വലിയുമായിരുന്നു. നമ്മൾ പുറകോട്ട് മാറിയത്. പിന്നെ ആരെയും അങ്ങ് അടുപ്പിക്കുന്നില്ല. പിന്നെ കറക്റ്റായ സമയത്തിൽ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോലീസ് കയറി വന്നപ്പോൾ ഈ പയ്യനോട് ആദ്യം പറഞ്ഞു വിടാനാണ് നോക്കിയത്. അപ്പോൾ പോലീസുകാരൻ കയറി പറഞ്ഞു വിടാൻ നോക്കുന്ന തൊട്ട് പുറകെ ഇപ്പം പോലീസിൻ്റെ ഷട്ടിന് മേളിൽ പിടിച്ച് വലിച്ച് സ്റ്റാറും ഇതെല്ലാം കൂടി വലിച്ച് പൊട്ടിച്ച് കളഞ്ഞു. CSRൻ്റെ സ്റ്റാർ ഇതില്ല. അത് അവർ ഇട്ടേക്കുന്ന ഇപ്പോൾ അവർ ആ എല്ലാം കൂടി ഒരു വെട്ടി ചുരുക്കി അവരുടെ മാത്രം ന്യായീകരിച്ചുകൊണ്ടിട്ട് ആ വീഡിയോയ്ക്കകത്ത് കാണാം സാറിൻ്റെ സ്റ്റാർ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നത് കാണാം. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് കാണാം ഷട്ടിൻ്റെ ഇവിടെ പൊട്ടിക്കിടക്കുന്നത്. അതാവും വലിച്ച് പൊട്ടിച്ചതാണ്. അന്നേരമാണ് ഈ പോലീസുകാർ ഇവനെ പിടിച്ച് ജീപ്പിൽ കയറ്റാൻ നോക്കുന്നത്. ജീപ്പിൽ കയറ്റാൻ നോക്കിയിട്ട് അവൻ്റെ ഭയങ്കര ആരോഗ്യം, അതായത് ഒരു നോർമൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളല്ല. എന്തോ മയക്കുമരുന്നും കാര്യങ്ങളെല്ലാം അടിച്ച് കയറ്റിയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് അവൻ്റെ ഒരു നിപ്പം ഭാവവും. അതുപോലെ ആരോഗ്യമായിരുന്നു. 3-4 പേര് പിടിച്ചിട്ട് പോലും അവൻ അനങ്ങുന്നില്ലായിരുന്നു. ഇവരെല്ലാം കൊതറിപ്പിച്ചെറിയുന്ന ഒരു ലെവലും ഹെൽമെറ്റ് വെച്ച് തന്നെ അവൻ വീശുമായിരുന്നു. അതിൽ തന്നെ പോലീസുകാർക്ക് ഹെൽമെറ്റ് വെച്ച് വീശു. അവരെ മൊത്തം വീഡിയോയ്ക്കകത്ത് അത് നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ആ വീഡിയോ കാണുന്നത്. ഇപ്പോൾ ഉള്ള വീഡിയോ അവനെ ന്യായീകരിച്ചുകൊണ്ട് അവർ ഇട്ടേക്കുന്ന വീഡിയോ ആണ്. അതിനകത്ത് വേറെ അവൻ കാണിച്ചേക്കുന്ന മോശമുള്ള പ്രവൃത്തികളൊന്നും ആ വീഡിയോയ്ക്കകത്തില്ല. അവനെ ന്യായീകരിക്കുന്നു. പോലീസ് പെട്ടെന്ന് വെറുതെ ഇവനെ വലിച്ചു കയറ്റുന്നു, ആ ഫോൺ എടുത്തെറിയുന്നു. അങ്ങനെ ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. ആ ഫോൺ എടുത്തെറിയാൻ വെച്ച സാഹചര്യം എന്ന് വെച്ചാൽ ഫോൺ വെച്ച് ഇവൻ പോലീസിനെ എറിഞ്ഞതാണ് വണ്ടിക്കകത്തുനിന്ന്. ആ സാഹചര്യത്തിനാണ് ആ ഫോൺ നീ പോട്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റി വെളിയിലോട്ട് എറിയുന്നത്. അല്ലാതെ ഫോൺ അവർ പിടിച്ചും മേടിച്ചെറിഞ്ഞതല്ല. അതൊക്കെ ആ ഒറിജിനൽ വീഡിയോ കാണുവാണെങ്കിൽ അതിൻ്റെ അകത്ത് കാണും. ആ വീഡിയോയ്ക്കകത്ത് മൊത്തം കൊണ്ട്. കാരണം വെച്ചാൽ ഇവിടെ നഗരസഭയുടെ ക്യാമറയാണ് അവിടെ ഇരിക്കുന്നത്. ആ ക്യാമറയ്ക്കകത്താണ് വീഡിയോ എല്ലാം വന്നേക്കുന്നത്. ആ നഗരസഭയുടെ ക്യാമറയ്ക്കകത്ത് ആ വീഡിയോ ഫുള്ളായിട്ടുണ്ട്. പോലീസ് വരുന്നതും വണ്ടി വിലങ്ങുന്നതും എല്ലാ വീഡിയോയും ഉണ്ട് അതിനകത്ത്. ഇയാൾ ഹെൽമെറ്റ് ഉപയോഗിച്ച് നാട്ടുകാരെ പോലും ആക്രമിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് പോലീസ് അവിടേക്ക് എത്തുന്നത്. അതെ, ഞാൻ ഈ ക്യാമറ എടുത്തുകൊണ്ടിരുന്ന എന്നെ വരെ ആക്രമിക്കാൻ തുടങ്ങുന്നത്. അത് അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ വട്ടം ഹെൽമെറ്റിന് വീശു വരുന്നത്. ആരാടാ നീ ഇങ്ങ് വരട്ടെ, ആരാ വരുന്നത് കാണാം എന്നൊരു പ്രാമഞ്ചം. അവരെല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് പ്രത്യേക സ്റ്റൈലിലായിരുന്നു അവൻ്റെ ഒരു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആർക്കും പെട്ടെന്ന് അങ്ങ് അടുത്തോട്ട് ചെല്ലാൻ പറ്റും. ഒരു 3-4 പേരില്ല നമുക്ക് അടുത്തോട്ട് ചെന്ന് അവനെ പിടിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുമായിരുന്നു. പോലീസ് പിടിച്ച് മാറ്റാനല്ലാതെ അവനെ പറഞ്ഞു വിടാനാണ് അവർ ശ്രമിച്ചത്. അതിനിടയ്ക്ക് പിന്നെ അവരുടെ ഷട്ടും വലിച്ച് കീറി അങ്ങനെ വിഷയം അവനുണ്ടാക്കിയതിൻ്റെ പുറത്താണ് അവർ പിടിച്ചുകൊണ്ട് പോകുന്നത് ചെയ്തിരുന്നത്. പിന്നെ അവനത്ര ഇവരെല്ലാവരും ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഈ കണ്ടവരെയും അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര മോശമായിട്ട് പോലീസുകാരെ മോശമായിട്ടും. പക്ഷെ അവർക്ക് അതിൻ്റെ സത്യാവസ്ഥയും തിരക്കായിരുന്നു. ഇവനത്ര പുണ്യാളനൊന്നുമല്ല. 5-6 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കാപ്പ നിയമപ്രകാരമുള്ള കേസ് അവൻ്റെ മേളിലുള്ളവനാണ്. 5-6 കേസിലും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമയാണ് ഇവൻ. ആ പോലീസുകാർ അങ്ങനെ അവനോട് പെരുമാറിയപ്പം അത് എന്തുകൊണ്ടായിരിക്കും എന്നതിനെക്കുറിച്ച് ആൾക്കാരും തിരക്കി നോക്കുക. അല്ല ഇവനൊരു പുണ്യാളനാണ്, ഒരു കേസ് പോലും ഇല്ല, നല്ല രീതിയിൽ വളരുന്നൊരു പയ്യനാണ്. എന്നാണെങ്കിൽ നമ്മൾ പോലീസുകാരെ കുറ്റം പറയുന്നൊരു അന്തസ്സുണ്ട്. നമ്മളിപ്പോൾ ഒന്നും കാണാതെ ഈ 5 മാസം മുമ്പാണ് കാരിത്താസൻ എവിടെ വെച്ചൊരു പോലീസുകാരനെ ചവിട്ടിക്കൊന്നത്. ഇതുപോലെ തന്നെ അക്രമത്തിനിടയായ ഒരു വ്യക്തി കാണിച്ചാണ് ഒരു പോലീസുകാരൻ്റെ. അവൻ്റെ ജീവിതം മൊത്തം പോയില്ലേ. ആ പുള്ളിയുടെ ജീവിതവും അവരുടെ കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ പോലീസുകാരെ ചെയ്യേണ്ടത് എന്താണ്? ഇവനെ ഇങ്ങനെ വരുന്നവരെടുത്ത് ചവിട്ടുകൊണ്ട് ഇനിയും മരിക്കണമെന്നാണോ ചെയ്യേണ്ടത്? അവരുടെ ഭാഗം മാത്രം ന്യായീകരിച്ച് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടത് കണ്ടുകൊണ്ട് ആൾക്കാർ സ്വാഭാവികമായിട്ടും പോലീസുകാരെ ഭയങ്കര മോശമായിട്ടും ആ CSRനെ മോശമായിട്ടും പറയുന്നു. ഈ ഏറ്റുമാനൂർ സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് ഏറ്റുമാനൂർ സ്റ്റാൻഡിലോട്ട് നമുക്ക് ഈ പകൽ പോലും ഇങ്ങനെ നിൽക്കത്തില്ലായിരുന്നു. ഈ മയക്കുമരുന്നിനും അടിമയായിട്ടിരിക്കുന്ന ഓരോ പിള്ളേരും വന്ന് ഓരോരോ ബസ്സുകളിൽ കയറിയും നമ്മൾ 100 രൂപ കൊടുത്തില്ലേ പിന്നെ തെറിയും ബഹളവും, വണ്ടി മുടക്കുക, വണ്ടി വിലങ്ങിയിടുക, ഇതൊക്കെ തന്നെയാണ് ഏറ്റുമാനൂർ സ്റ്റാൻഡിൽ നടത്തേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ CSR വന്ന പിന്നെ ഇവിടെയൊന്നും ഒരു വിഷയങ്ങളും ഇല്ല. ഇവിടെ നമുക്ക് എപ്പം വേണം, വൈകിട്ടാണെങ്കിലും ഒരു സ്ത്രീക്കോ ഒരു കുട്ടിക്കോ എപ്പം വേണം ഇറങ്ങി നടക്കാം, ഒരു വിഷയങ്ങളും ഇല്ല. കാരണം ഒരു പിള്ളേരോ ഒരു അനാവശ്യമായിട്ടൊരു ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. പോലീസ് കൃത്യമായിട്ട് വന്നുകൊണ്ടാണ് ഇവിടെ മറ്റു അനിശ്ചിത സംഭവം ഉണ്ടായിരുന്ന അയാളാരും തല്ലിക്കൊല്ലാഞ്ഞ്. കാരണം അയാൾ ഡ്രൈവർക്കിട്ട് ഹെൽമെറ്റ് വെച്ച് അടിക്കുമായിരുന്നു.
പിന്നെ പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് വന്നുകൊണ്ട് പോലീസ് വന്ന് ആ പോലീസുകാരൻ വന്ന് ആദ്യം വന്ന് പ്രശ്നം ഉണ്ടാക്കുമല്ലാഞ്ഞ് ആദ്യം വന്ന് ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റുമായിരുന്നു. അപ്പോൾ ഇത് പിടിച്ചു മാറ്റാൻ പോലീസുകാരൻ്റെ സ്റ്റാറെ പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇയാളെ വലിച്ചു മാറ്റുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ വെച്ചാൽ ഇവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയ വന്നിട്ടില്ല. അത് ആ പ്രതി എന്ന പയ്യനെ രക്ഷിക്കാൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു ാണത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന കമൻറ്റ് ഇടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് കണ്ടേച്ച് കമൻറ്റ് ഇടുന്ന ആൾ അവർ സത്യാവസ്ഥ അറിയുന്നില്ല. അവർക്ക് ഇതിനകത്ത് കമൻറ്റ് ഇട്ടാൽ മതി. പക്ഷേ ഞങ്ങളൊക്കെ ഈ സംഭവം ഏറ്റുമാനൂർ ഇത് വ്യക്തമായിട്ട് നേരിട്ട് കണ്ട ആൾക്കാരാണ്. ആ സമയത്ത് ഈ പറഞ്ഞ CIയും ആ പറ്റും പോലീസുകാരും വന്നില്ലായിരുന്നെങ്കിൽ ആ ബസ്സിൻ്റെ ഡ്രൈവറെ ഒന്നെങ്കിൽ അയാൾ തലക്കടിച്ച് കൊന്നേനം, ഇല്ലെങ്കിൽ ഈ സ്റ്റാൻഡിൽ നിന്ന് ആൾക്കാരൊക്കെ 2-3 പ്രാവശ്യം അയാൾ പോകാൻ പറഞ്ഞ ആൾക്കാരൊക്കെ നേരെ ഇദ്ദേഹം ഹെൽമെറ്റ് വീശുമായിരുന്നു. അയാൾ വയലൻ്റായിട്ടാണ് കണ്ടമാനം വയലൻ്റാണ് ഇടപെട്ടത്. പോലീസിൻ്റെ കറക്റ്റായിട്ടുള്ള ഇടപെടലുകൾ മാത്രമാണ് അവിടെ അന്നൊരു അനിഷ്ട സംഭവം ഉണ്ടാകായിരുന്നത്. അന്ന് ആ സംഭവം നടക്കുമ്പോൾ ഇവിടേക്കത്താണ് എൻ്റെ സുഹൃത്ത് ബസ് ഓടിക്കുന്ന ഡ്രൈവർ. അപ്പം നമ്മൾ അവിടെ നോക്കുമ്പോഴേക്കും ഒച്ചപ്പാട് ബൈക്ക് വന്ന പയ്യൻ വന്ന ഡ്രൈവറുമായിട്ട് ഒച്ചപ്പാട് നമ്മൾ ഇപ്പോൾ ആ സംഭവത്തിൻ്റെ ഇടയ്ക്ക് ചെന്ന് ഇവരോട് ചോദിച്ചപ്പോഴേക്കും എന്നോട് പറഞ്ഞു ഇവിടെ ചേട്ടൻ ഇടപെടേണ്ട ആവശ്യമില്ല, ഞാൻ നോക്കിക്കളയാം. ആ ബൈക്കാരൻ എന്നോട് പറഞ്ഞു താൻ ഇടപെടണ്ട, താൻ എൻ്റെ വഴിക്ക് പോക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്നത്തിന് വേണ്ടി ഓടുന്നല്ലേ, അപ്പം ആ രീതിക്ക് വെറുതെ വിട്ടാക്കാൻ വന്ന് കഴിച്ചപ്പോഴേക്കും ഇവരെല്ലാം തെറി പറിച്ചിലും മറ്റേ അവിടെ നിന്ന് ആൾക്കാരെല്ലാം അവരെല്ലാം പറഞ്ഞിട്ട് അവരെല്ലാം തെറി പറിച്ചിലായിരുന്നു. ഈ ബൈക്കിൽ വന്ന യുവാവിനെ പോലീസ് ഇവിടുന്ന് സ്റ്റേഷനിലേക്ക് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയപ്പോൾ താങ്കളെയും ആ കൂടെ കൊണ്ടുപോയിരുന്നു. അതായത് താങ്കളും ഇയാളും തമ്മിൽ പ്രശ്നമുണ്ടോ ഇല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള ആളാണെന്നുള്ള ധാരണയിൽ താങ്കളെയും പോലീസ് ഇവിടുന്ന് കൊണ്ടുപോയിരുന്നല്ലോ. ഞാൻ ആ പയ്യനെ ഒന്ന് പിടിച്ച് മാറ്റിയേക്കാൻ ഓർത്തപ്പോഴേക്കും ആ ചെറുക്കൻ എൻ്റെ മേഖലയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും അവരും കൂടെ ഒരു വിഷയമായി. അപ്പോഴേ ഈ പോലീസുകാരും വരുന്നത്. അപ്പോൾ പോലീസുകാരും ഓർത്ത് ഞങ്ങൾ ഒരുമിച്ചുള്ളതായിരിക്കും എന്ന് ഓർത്ത് എന്നെ ആ കൂട്ടത്തിലേക്ക് പിടിച്ചിട്ട് പോകുമായിരുന്നു. താങ്കളെയും ഈ ബൈക്കിൽ വന്ന യുവാവിനെയും കൂടെ ഒരുമിച്ചാണ് പോലീസ് ജീപ്പിൽ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇയാൾ ഇപ്പോൾ ആരോപിക്കുന്നത് പോലീസ് ജീപ്പിൽ വെച്ചും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുമൊക്കെ പോലീസ് അയാളെ മർദ്ദിച്ചു എന്നുള്ളതാണ്. താങ്കൾ സാക്ഷിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അന്ന് ഈ പയ്യനെ ഇവിടുന്ന് പിടിച്ച് കയറ്റുന്ന സമയത്ത് ആ ചുമന്തളുമൊക്കെ ഉണ്ടായി പിടിച്ച് കയറ്റുന്നല്ലാതെ വണ്ടിക്കകത്ത് കയറി വന്ന് അവനെ ഉപദ്രവിക്കും. ഇവനായിട്ട് അങ്ങോട്ടേക്ക് മർദ്ദിച്ചല്ലാതെ ഇവനെ കയറി മർദ്ദിക്കാനും വന്നിട്ടില്ല. സ്റ്റേഷനിൽ കൊണ്ടിരുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ ഒരു മൂലയ്ക്ക് ഇരുത്തി അവനെ വേറൊരു മൂലയ്ക്ക് ഇരുത്തി, അല്ല വേറെ വിഷയമൊന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ആ വണ്ടി ഇവനെ പിടിച്ച് വേറത്തോടെ കയറ്റി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഡ്രൈവറിൻ്റെ കുത്തിന് കയറി പിടിച്ച് ജീപ്പ് ഓടിച്ചിരുന്ന പോലീസുകാരൻ്റെ കുത്തിന് കയറി പിടിച്ച് ഷട്ടലൊക്കെ പിടിച്ച് വലിയായിരുന്നു. ആ ജീപ്പിനകത്തോട്ട് ഇരുന്നില്ല. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറം പോലീസുകാർ 2 കൈയിലും കയറി പിടിച്ച്. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ മാറി. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാറി. നമ്മുടെ മേക്കട്ടേക്ക് വല്ലതും കയറി കഴിഞ്ഞാൽ ഞാൻ ഓടിക്കുന്നത് പൊന്മാങ്കൽ ബസ്സായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് MC റോഡ് ഓൾഡ് MC റോഡ് വഴി ഏറ്റവും സ്റ്റാൻഡിലേക്ക് വരുന്ന വഴിക്ക് ഈ തൊട്ട് മേളിലെ വളവിലാണ് ഈ പയ്യൻ കയറി വന്നത്. ആ പയ്യനെ പാസ്സായി പോയി. ഞാൻ ഇങ്ങോട്ട് സ്റ്റാൻഡിലോട്ട് വന്നു. സ്റ്റാൻഡിൽ വന്ന് വണ്ടി സ്റ്റാൻഡ് പിടിക്കാണ്ട് വട്ടം തിരിച്ചപ്പോഴത്തേന് ഈ പയ്യൻ വന്ന് ബൈക്കുമായിട്ട് വന്ന് മൂപ്പിച്ച് ഊണ് ഞെക്കി പിടിച്ചുകൊണ്ട് നിർത്തലാന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം വന്ന് വണ്ടിയുടെ സൈഡിൽ വന്നു. അത് ബാക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് ബൈക്ക് കൊണ്ട് ചവിട്ടി അങ്ങ് നിർത്തി. ചവിട്ടി പെട്ടെന്ന് അങ്ങ് ഞാൻ ബ്രേക്ക് ഇട്ട് അല്ലെങ്കിൽ കയറി ഇറങ്ങി അങ്ങ് പോവും. വീശി അങ്ങോട്ട് സ്റ്റാൻഡിലേക്ക് പിടിക്കുമല്ലേ. അപ്പോൾ ഇവൻ എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ പിന്നെ ചവിട്ടി നിർത്തി കഴിയുമ്പം ഇവൻ അങ്ങോട്ട് എന്നെ കൊല്ലാൻ പോകണോ അങ്ങനെ ഭയങ്കര തെറിയായിരുന്നു. ഞാൻ ഈ ഡോറ് ഞാൻ തുറക്കുമ്പോഴത്തേക്കാണ് ഇവൻ ഈ ഹെൽമെറ്റ് വെച്ച് അടിക്കുക. യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാർച്ച് മാസം 20-ാം തീയതി വൈകുന്നേരം 6 മണിയോടുകൂടി ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ സംഭവിച്ചത് ഇതൊക്കെയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയാതെയാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റുമാനൂരിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.